ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രിയുടെ താമസത്തിന് മാത്രം ചെലവായത് 2 ലക്ഷം രൂപയാണ്. ടാക്സി സംവിധാനത്തിനായി 10,57,000 രൂപ ചെലവായി. ഡീസലിന് മാത്രമായി 7,44,000 രൂപയും ചെലവായി എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉള്ളത്. ഞെട്ടിപ്പിക്കുന്ന ക്രമക്കേടാണ്. മാത്രമല്ല, പ്രേക്ഷകരുടെ അറിവിലേക്കായി ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി പമ്പയിൽ പൊടിപിടിച്ചത് 10 കോടിയോളം രൂപയാണ് എന്ന പുതിയ വിവരമുണ്ട്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ കൊടുത്തു തീർത്തത് 6,64,00,000 രൂപ. ഇനി കൊടുത്തു തീർക്കാനുള്ളത് 4,35,00,000 രൂപ. ഈ രണ്ട് തുകയും കൂട്ടിയാൽ മൊത്തം ചെലവായത് 10 കോടിയിൽ അധികം വരും എന്നതടക്കം വ്യക്തമാവുകയാണ്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അനന്തൻ, ഇനി മുഖ്യമന്ത്രിയുടെ കാര്യത്തിലേക്ക് വന്നാൽ, മുഖ്യമന്ത്രിയുടെ താമസത്തിന് മാത്രം ചെലവായത് 2 ലക്ഷം രൂപയാണ്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കൂടുതൽ വിവരങ്ങൾ ആഡ് ചെയ്യാൻ കഴിയും? അന്ന് ഈ ആഗോള അയ്യപ്പ സംഗമം റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ സംഗമത്തിന് മുൻപേ ഉള്ള ദിവസം തന്നെ അനന്തൻ ഉൾപ്പെടെ നമ്മുടെ സംഘം അവിടെ ഉണ്ടായിരുന്നതാണ്. മാത്രമല്ല, ഈ കുമരകം വിനോദസഞ്ചാര കേന്ദ്രമായ കുമരകത്ത് മൂന്നാറിലുമാണ് മറ്റാളുകൾക്ക് റൂം തയ്യാറാക്കിയിരുന്നത്. അവിടെയും ലക്ഷങ്ങൾ പൊടിപിടിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഈ താമസ സൗകര്യം, വണ്ടിയോട്ടം, ഡീസൽ, ഈ കണക്കിലൊക്കെ എത്ര എഴുതിയെടുക്കാൻ ശ്രമം നടന്നു? രതീഷ്, ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ തലേ ദിവസം തന്നെ മുഖ്യമന്ത്രി പമ്പയിലെത്തിയിരുന്നു. പമ്പയിലെ മരാമത്ത് സമുച്ചയത്തിലാണ് അദ്ദേഹത്തിന് മുറി ഒരുക്കിയിരുന്നത്. ആ മുറി അദ്ദേഹത്തിന് ഒരു രാത്രി താമസിക്കാൻ വേണ്ടി ആ മുറി ഒരുക്കാൻ വേണ്ടി ഏതാണ്ട് 2 ലക്ഷത്തോളം രൂപയാണ് ചെലവഴിച്ചത്. അതിൽ കട്ടിലും ബെഡും മാത്രം ഏതാണ്ട് 1 ലക്ഷം രൂപയുടെ ചെലവുണ്ട്. അതിൽ ബെഡ്ഷീറ്റ് അടക്കം ഏതാണ്ട് 1,11,365 രൂപയാണ് തലയണയും ബെഡ്ഷീറ്റും ബെഡും കട്ടിലുമായിട്ട് ചെലവാക്കിയിരിക്കുന്നത്. അവിടെ ഇടനാഴിയിൽ ഏതാണ്ട് 15,930 രൂപയുടെ പരവതാനി, ചുവന്ന പരവതാനിയാണ് വിരിച്ചിരുന്നത്. കോർണർ സോഫയും ടീപ്പോയും എല്ലാം കൂടെ ഏതാണ്ട് 65,000 രൂപ. ഇതെല്ലാം പുതുതായിട്ട് വാങ്ങിച്ചതാണ്. അത് ദേവസ്വം ബോർഡിൻ്റെ അസറ്റായി മാറുകയും ചെയ്തു. പക്ഷേ അതിനൊരു പ്രശ്നമുള്ളത്, ഇത് എപ്പോൾ എവിടെയുണ്ട് എന്നുള്ളതിൽ ഈ ഓഡിറ്ററുടെ മുന്നിലേക്ക് രേഖകൾ വന്നിട്ടില്ല. കാരണം അത് എഞ്ചിനീയർക്ക്, അതായത് മരാമത്ത് എഞ്ചിനീയർക്ക് കൈമാറി എന്നുള്ളതാണ്. പക്ഷേ അത് അവിടെ നിന്ന് നീക്കം ചെയ്തതായിട്ടോ അത് എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്തതായിട്ടുള്ള രേഖകൾ ഓഡിറ്ററുടെ മുന്നിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് അവിടെ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് താമസ സൗകര്യം ഒരുക്കാൻ വേണ്ടി മാത്രം മരാമത്ത് സമുച്ചയത്തിൽ ആ ഒരു മുറി ഒരുക്കുന്നതിന് വേണ്ടി മാത്രം 2 ലക്ഷം രൂപ ഒറ്റ രാത്രിക്ക് വേണ്ടി ചെലവാക്കി എന്നുള്ളതാണ് ഈ കണക്കിൽ വ്യക്തമാക്കുന്നത്. അതിൽ നേരത്തെ രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അതിഥികൾക്ക് മുറി ഒരുക്കിയത് കുമരകത്തും മൂന്നാറിലും കോട്ടയത്തുമൊക്കെയാണ്. അതിനുവേണ്ടി സ്റ്റേറ്റ് പ്രോട്ടോക്കോളിൻ്റെ പേരിൽ ഒരു 37 ലക്ഷം രൂപയുടെ ബില്ലുമുണ്ട്. ദേവസ്വം പ്രസിഡന്റിന്റെ പേരിൽ മൂന്നാറിലെ ഒരു റിസോർട്ടിൽ മുറി ബുക്ക് ചെയ്തതിന് ഏതാണ്ട് 23,000 രൂപയുടെ ഒരു ബില്ലുമുണ്ട്. ഇത് കൂടാതെ ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ ഗസ്റ്റുകളെ പമ്പയിലേക്ക് എത്തിക്കാൻ ഏതാണ്ട് 230 കിലോമീറ്റർ ശരാശരിയാണ് ഓടിയിരിക്കുന്നത് ടാക്സികൾ. അതിനുവേണ്ടി 10.57 ലക്ഷം രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. ഡീസലിന് മാത്രമായി 7.44 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി അടക്കമുള്ള VIP-കൾക്ക് അവരുടെ സ്റ്റേജിനോട് ചേർന്നുണ്ടായ VIP ലോഞ്ചിൽ ആ സമയത്ത് വിതരണം ചെയ്ത ലഘുഭക്ഷണത്തിനും മറ്റ് സൗകര്യങ്ങൾക്കുമായി, ഭക്ഷണ സൗകര്യങ്ങൾക്കുമായി 30,000 രൂപയാണ് ചെലവഴിച്ചതായി ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ കാണുന്നത്. രതീഷ്, എത്തിക്കുന്ന കണക്കുകളാണ്. പ്രസവം ചർച്ച ചെയ്യപ്പെടേണ്ട ഇടപാടുകളാണിത്. ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രിയുടെ താമസത്തിന് മാത്രം ചെലവായത് 2 ലക്ഷം രൂപയാണ്. അനന്തൻ ചൂണ്ടിക്കാണിച്ച പോലെ അത് ദേവസ്വം ബോർഡിന്റെ അസറ്റായി മാറിയിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ എവിടെയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഇനി കൂടുതൽ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. ടാക്സി സംവിധാനത്തിന് 10 ലക്ഷത്തിലധികം രൂപ, ഡീസലിന് 7 ലക്ഷത്തിലധികം രൂപ, ഇങ്ങനെയൊക്കെയാണ് ഈ ചെലവുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേണ്ട കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ ഹോട്ടൽ മുറി ബുക്ക് ചെയ്തതിലും വലിയ സംശയങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിൽ മുറി ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. 37 ലക്ഷത്തിൽ ഏറെ രൂപയാണ് അതിനുവേണ്ടി ചെലവെന്ത. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ ഒരു പരിപാടി എന്നതിനപ്പുറത്തേക്ക് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ ഇടപെടുമ്പോൾ അത് സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയായി മാറുകയല്ലേ അനന്തൻ? തീർച്ചയായിട്ടും. ഇതിപ്പോൾ ഈ മുറികളെല്ലാം ബുക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ അല്ലാതെ അനൗദ്യോഗികമായി അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ ആദ്യം പത്തനംതിട്ടയൊക്കെയാണ് മുറി ബുക്ക് ചെയ്യാൻ അന്നത്തെ ആദ്യത്തെ യോഗങ്ങളിലൊക്കെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ പിന്നീടാണിത് പെട്ടെന്ന് തീരുമാനം മാറി കോട്ടയം, മൂന്നാർ, അതുപോലെ തന്നെ കുമരകം മേഖലകളിലേക്ക് പോയത്. അതിനൊപ്പം തന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ 5 സ്റ്റാർ ഹോട്ടലുകൾ, ബാർ അറ്റാച്ച്ഡ് ഹോട്ടലുകളൊക്കെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പേരിൽ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിൽ ആണ് ബില്ല് വന്നിരിക്കുന്നത്. അതിൽ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിൽ വന്നിരിക്കുന്ന ബില്ല് എന്ന് പറയുന്നത് ഏതാണ്ട് 37,25,752 രൂപയുടെ ബില്ലാണ്. അത് കുമരകത്തും കോട്ടയത്തുമായി മുറി ബുക്ക് ചെയ്തതിന്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പേരിൽ മൂന്നാറിലൊരു റിസോർട്ട് മാത്രമാണ് ബുക്ക് ചെയ്തത്. അത് 25,300 രൂപയാണ്. അതിന് GST നമ്പർ ഒന്നും ദേവസ്വം ബോർഡിൻ്റെതായിട്ട് കൊടുത്തിട്ടുമില്ല. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇത് ദേവസ്വം ബോർഡാണ് ഈ പരിപാടി നടത്തിയതെങ്കിലും സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ ഇതിൻ്റെ റൂം ബുക്ക് ചെയ്യുന്നതിൻ്റെ അധികാരത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ചുമതലയിലേക്ക് വരുമ്പോൾ അത് സ്റ്റേറ്റിൻ്റെ കൂടി പരിപാടിയായി മാറുന്നു എന്നുള്ളതാണ്. സ്റ്റേറ്റിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയായി മാറുന്നു എന്നുള്ളൊരു ഫീൽ അതിന് വരികയും
ചെയ്യും. നമ്മൾ അന്വേഷിക്കുമ്പോൾ അന്ന് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർക്കാണ് ഈ അക്കോമഡേഷൻ ചുമതല നൽകിയിരുന്നതെന്നാണ് അന്ന് അതിൻ്റെ ചുമതല നിർവഹിച്ചത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇനിയിപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട് രതീഷ്. ഇപ്പോൾ ഈ ഊരാളുങ്കലായിരുന്നല്ലോ ഇതിന്റെ പ്രധാനപ്പെട്ട നടത്തിപ്പുകാർ. ഊരാളുങ്കലിന്റെ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് നൽകിയ ബില്ലുകളിലുള്ളത് സബ് കോൺട്രാക്ട് നൽകിയതിനേക്കാൾ കൂടിയ തുകയാണ് എന്നൊരു വിവരം കൂടി വരുന്നില്ലേ? വിവിധ ഇനങ്ങളിലായി ബില്ലുകളിൽ തുക കൂട്ടിയിട്ടുണ്ടോ? അങ്ങനെ സബ് കോൺട്രാക്ട് നൽകുക, അതിന് ഇടനില എന്ന നിലയിൽ പണം, കമ്മീഷൻ എന്ന ഇനത്തിൽ പണം അവരുടെ പോക്കറ്റിലേക്ക് കൊണ്ടുപോവുക, അങ്ങനെയുള്ള ഇടപാടുകൾ കൂടി നടന്നിട്ടുണ്ടോ? അത്തരം സംശയങ്ങൾ കൂടി ബലപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ ഓഡിറ്റർ തന്നെ നൽകിയ റിപ്പോർട്ടിൽ അത് വിശദമാക്കുന്നുണ്ട്. അതായത് ഈ സബ് കോൺട്രാക്ടർ നൽകിയവർ നൽകുന്ന ബില്ലിലും അതുപോലെ തന്നെ IIC നൽകിയ ബില്ലിലും, ഊരാളുങ്കലിൻ്റെ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പാണ്, അവർ നൽകിയ ബില്ലിലും വലിയ വ്യത്യാസം കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ അവർ ഈ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് നൽകിയ ബില്ലിൽ അത് അവർ ഉപകരാർ എടുത്തവരാണ്. അവർ നൽകിയ ബില്ലിൽ നിന്ന് ഊരാളുങ്കൽ നൽകിയ ബില്ലിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 6 ലക്ഷം രൂപയുടെ വ്യത്യാസം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇതിനൊപ്പം തന്നെ ഒരുപാട് സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഇതിനകത്ത് ഇനിയുമുണ്ട്. അതായത് പോലീസിനും പൈസ കൊടുക്കാനുണ്ട്. പോലീസിന് ഏതാണ്ട് 16 ലക്ഷം രൂപയാണ് പോലീസിന്, കേരള പോലീസിന് ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് നൽകാനുള്ളത്. കാരണം ഈ പരിപാടി നടത്താൻ വേണ്ടി സുരക്ഷാ ഉപകരണങ്ങൾ വാങ്ങിയതാണ് ഈ 16 ലക്ഷം രൂപ. അതുമായി ബന്ധപ്പെട്ട് ഒരു കത്ത് ദേവസ്വം ബോർഡിന് നൽകിയിട്ട് ആ തുക ഇതുവരെ സാങ്ഷൻ ആയിട്ടില്ല എന്നാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ പലവിധ കണക്കുകൾ രതീഷ് ഇതിനകത്ത് ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്.